വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് 6th വീക്കിലുള്ള അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രഗ്നൻസിയിലെ സിംറ്റംസും ചേഞ്ചുകളൊക്കെയാണ് പറയുന്നത്. അമ്മയിലുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുന്നൊരു ടെൻഡൻസി കൂടും, ഫ്രീക്വൻസി അത് കൂടുകയാണ് ചെയ്യുന്നത്. രാത്രിയിലൊക്കെ ഒരുപാട് ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകേണ്ട അവസ്ഥ വരും. പിന്നെ പിടിച്ച് വെക്കാൻ പോലും പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ അത് പാസ്സാവുന്ന അവസ്ഥകളുണ്ടാവും. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ മോർണിംഗ് സിക്നസ് ഒരു 50% പേരിലും കാണപ്പെടുന്നതാണ്. വൊമിറ്റിങ്ങും അതുപോലെ വിശപ്പില്ലായ്മയും കാണാറുണ്ട്. പിന്നെ എന്നാൽ ചിലർക്ക് വിശപ്പ് ഭയങ്കരമായിട്ട് കൂടുകയും ഇഷ്ടമില്ലാത്ത സാധനങ്ങളോടൊരു ഇഷ്ടവും, അതുപോലെ വളരെ ഇഷ്ടത്തോടെ കഴിച്ചുകൊണ്ടിരുന്ന സാധനത്തോടെ ഒരു അവേർഷൻ, വെറുപ്പൊക്കെ തോന്നുന്ന ഒരു ടൈമാണ്. പിന്നെ അതുപോലെ നല്ലൊരു വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിടികിട്ടുന്ന മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രസ്റ്റിൻ്റെ ഒരു ചേഞ്ചാണ്. അത് ഒരു ഫുൾനെസ് ഫീൽ ചെയ്യും, നമുക്കൊരിങ്ങനെ വീർത്തിരിക്കുന്ന പോലെ ഒരു ഫുള്ള് ടൈറ്റായിട്ടൊക്കെ ഉള്ളൊരു ഫീൽ നമുക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു കുത്തുന്ന വേദന, കുത്തുന്ന ഈ പ്രസവം കഴിഞ്ഞ അമ്മമാർക്കാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, പാല് വരുന്ന സമയത്തുള്ളൊരു പ്രിക്കിംഗ് പെയിനുണ്ട്, ഏകദേശം ആ ഒരു പെയിനായിരിക്കും ഈ സമയത്തും 6ാമത്തെ ആഴ്ചയിലും കാണുന്നത്. അതുപോലെ തന്നെ നിപ്പിളിൻ്റെ ഒരു സോർനെസ്, ഒരു വേദന നിപ്പിളിനിങ്ങനെ, അത് ചില മെൻസ്ട്രുവേഷൻ വരുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ആ അതേ പെയിൻ തന്നെയാണ് ഈ ഒരു സമയത്തും ഇങ്ങനെ പെയിൻ, തൊട്ടാലും തൊട്ടില്ലെങ്കിൽ പോലും അതിങ്ങനെ ഇടയ്ക്കിങ്ങനെ പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ നിപ്പിളിൽ കളറിനൊരു ചേഞ്ച് ഉണ്ടാവും, നല്ല ഡാർക്കൺ കളറാവും, വലിപ്പം കൂടും, നേരത്തെ പറഞ്ഞതുപോലെ ഇറക്റ്റൈലായിട്ട് കാണപ്പെടുന്നു. പിന്നെ ഉള്ളത് നല്ല നടുവേദന വരാറുണ്ട്, തലകറക്കം വരാറുണ്ട്, ചിലർക്ക് ഭയങ്കര തളർച്ചയായിരിക്കും. അതേപോലെ ഗ്യാസിൻ്റെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും, ബ്ലോട്ടിങ്, വയറിൽ ഭയങ്കര ഗ്യാസും വയറെരിച്ചിലും ഒരു ചെറിയ ടൈറ്റ്നെസ്സൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പ്രൈവറ്റ് ഏരിയയിലാണെങ്കിൽ കുറച്ച് വലിപ്പം കൂടിയതായിട്ട് നമ്മൾ വളരെ കീനായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ വീക്കിൽ ചില ഡിസ്ചാർജുകൾ ഉണ്ടാകാറുണ്ട്, അതായത് ഒരു വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ, പക്ഷേ ഇച്ചിരി തിക്കായിട്ടായിരിക്കും, നല്ല കട്ടിക്കിങ്ങനെ ചില ഫ്ലൂയിഡുകളിങ്ങനെ പോകും. അത് പേടിക്കേണ്ട കാര്യങ്ങളല്ല. എന്നാൽ അതല്ലാതെ വേറെ കളേഴ്സിൽ, റെഡ് കളറിലോ പിങ്ക് കളറിലോ അല്ലെങ്കിൽ അതൊക്കെ സ്പോട്ടിംഗ് ആയിട്ട് വരും. അതല്ലാണ്ട് യെല്ലോ കളറിലോ കുറച്ച് ബട്ടറി പോലെയല്ല, തരിതരി പോലെ വരാറുണ്ട്. ബട്ടറി പോലെ വന്നാൽ വലിയ വിഷയമില്ല, തരിതരി പോലെ വരുന്ന അതൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് സംസാരിക്കണം. കാരണം അവർ പറയും ഇൻഫെക്ഷൻസിൻ്റെ ഒരു ലക്ഷണമാണ് അതൊക്കെ. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട്, യൂറിൻ ഇൻഫെക്ഷനോ വാജിനൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ മരുന്നുകൾ അവർ ആ സമയത്ത് തരും. ഇത് ഈ ഒരു 6ാമത്തെ ആഴ്ചയിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അതിനുള്ള മരുന്നുകൾ എടുക്കണം. അവിടെ ഉള്ളിലിടേണ്ട മരുന്നാണെങ്കിൽ അതിനുള്ള ടാബ്ലറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി അതല്ല കൂടിയ സ്പോട്ടിങ്, ഇപ്പോൾ ചെറിയ രീതിയിലുള്ള സ്പോട്ടിങ് കണ്ടുവരാറുണ്ട്, എന്നാൽ കൂടുതലായിട്ട് ബ്ലീഡിങ്ങിലേക്ക് എത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇഞ്ചെക്ഷൻസോ, അത് ഡോക്ടർ പറയുന്നത് പോലെ, അവർ അഡ്വൈസ് ചെയ്യുന്നത് പോലെ ഇഞ്ചെക്ഷനോ ടാബ്ലറ്റോ അതിന് വേണ്ടുന്ന ബെഡ് റെസ്റ്റോ ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ആഴ്ചയിലെ സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ട്യൂബിലാണോ കുഞ്ഞ് ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. ട്യൂബൽ പ്രഗ്നൻസി ആണോ അതോ യൂട്രസിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടോ, എന്നാൽ ഏകദേശം എവിടെയാണ് ഫിക്സ് ആയിരിക്കുന്നത്, അതുപോലെ എത്ര കുട്ടികളുണ്ട്, നമ്പർ ഓഫ് ബേബീസൊക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഒരു കുഞ്ഞ് സാക്കായിട്ടായിരിക്കും ഇത് കാണിക്കുന്നത്, ഒരു ജസ്റ്റേഷണൽ സാക്ക് കാണിക്കും. ചിലർക്ക് ഫീറ്റൽ പോള് എടുത്ത് കാണിക്കാറുണ്ട്, ചിലർക്കത് പെട്ടെന്ന് ഈ ഒരു ആഴ്ചയിൽ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. ഇനി കുട്ടിയിലെന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ്. എന്നാൽ 6 ആഴ്ചയിൽ ചിലവർക്കത് കാണണമെന്നും ഇല്ല, നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ആഴ്ച നോർമലി കാണപ്പെടാറുള്ള ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 90 to 110 BPM ഒക്കെ ആയിരിക്കും. പിന്നെ വലിപ്പം എന്ന് പറയുന്ന ഒരു കുഞ്ഞു പയറുമണിയുടെ ആ ഒരു സൈസ് ഉണ്ടാവും, നട്ടെല്ലൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ കാലും കൈയും ഒക്കെ കുഞ്ഞൊരു മൊട്ട് പോലെ ഇങ്ങനെ വളർന്നിട്ടുണ്ടാവും. തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ള അമ്മമാരാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ മന്തിലും തൈറോയിഡിൻ്റെ ടെസ്റ്റും ഫിസിഷ്യനെയും ഫോളോ അപ്പ് ചെയ്ത് കൺഫേം ആക്കേണ്ടതാണ്, ഹോർമോണിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ അബ്നോർമലായ ബ്ലീഡിങ്ങോ അബോർഷനോ ഒക്കെ സാധ്യത കൂടുതലാണ്. അടുത്ത 7th വീക്കിലേക്കുള്ളതുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.